ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് കുറച്ചൊരു ലൈഫ് സ്റ്റൈലും പക്ഷെ കുറച്ച് രസകരമായ ഒരു വ്ളോഗ് ആയിരിക്കും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിബിഷൻ വരുവാണ് കൊച്ചി റാഡിസൺ ബ്ലൂവിൽ OHF ഫ്ലീ മാർക്കറ്റ് November 30th and December 1st. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് ജെഫ്രിനെ നമ്മൾ പപ്പാനി ആക്കിയിട്ട് ക്രിസ്മസ് കംസ് ഏർലി എന്നുള്ള തീമിലാണ്. അതിൻ്റെ റിയൽ ഷൂട്ടാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ എന്താ പറയുന്നത്, ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു ഗിവ് വേ ആയിരിക്കും. നമ്മുടെ സൈഡിൽ നിന്നുള്ള ഗിവ് വേ ആണ്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. എക്സിബിഷന് വരുന്നവർ, ഷോപ്പിൽ വരുന്നവർക്ക് മാത്രമുള്ള. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. സോ ജെഫ്രിന് പപ്പാനിൻ്റെ ഡ്രസ്സ് കിട്ടാൻ ഞങ്ങളൊരു 5-6 കടയിൽ പോയി അന്വേഷിച്ചിട്ട് ലാസ്റ്റ് ഡേ ആലിസ് ജോസി വന്നിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ലുക്ക് ഞാൻ റിവീൽ ചെയ്യാം പയ്യെ. അപ്പോൾ രസകരമായ ഒരു കോൺസെപ്റ്റിലായിരിക്കും ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഫൺ വ്ളോഗിന് ഗെറ്റ് റെഡി. ഹലോ, ഞങ്ങളുടെ ചൈന വ്ളോഗൊക്കെ കണ്ടാ? ചൈന വിളിച്ചാ കണ്ടോണ്ടിരിക്കുക തോന്നിയാ ചൈനനെ കണ്ടിട്ട്? ചൈന എല്ലാ ദിവസവും വിളിച്ച് നല്ല വിഷമം പറിച്ചില്ലായിരുന്നല്ലോ. എനിക്ക് ഒന്നും കൂടെ ചൈന പോണമെന്നുണ്ട്. വല്ല നടക്കുമോ? അതൊക്കെ ഇന്ന് ഇഷ്ടം മാതിരി ഡയലോഗ്സ് ഉണ്ട്. കുറേ ഡയലോഗ്സ് ഉണ്ട്. നമ്മുടെ ഫ്ലീ മാർക്കറ്റിനെ കുറിച്ചും നമ്മുടെ ഗിഫ്റ്റിങ്ങിനെ കുറിച്ചും എല്ലാം പപ്പാനിയാണ് പറയേണ്ടത്. ഡയലോഗ്സ് അല്ലല്ല, ഞാൻ ഇതില് വെറും ക്യാമറമാൻ മാത്രം. ബൈഹാർട്ട് ഒന്നും പഠിക്കാൻ അറിയാൻ പാടില്ല. പറഞ്ഞോ, മറ്റേ നാച്ചുറൽ ആക്ടിങ്. നാച്ചുറൽ ആക്ടിങ് ഡയലോഗ് പറയട്ടെ. അപ്പൊ നമ്മുടെ പ്രിൻസ് അവിടെ വരും. നമ്മുടെ അന്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ ഫോട്ടോഗ്രാഫർ എല്ലാം റെഡിയാ, പൊളിക്കണം. ഫ്ലീ മാർക്കറ്റോ? ഫ്ലീ മാർക്കറ്റ് ഞാൻ ഉണ്ടല്ലോ, പൊളിക്കൂല്ലോ നമ്മള്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഷോപ്പിലേക്ക് വന്നിരിക്കുവാണ്. ഇതിന്റെ തീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് കംസ് ഏർലി എന്നുള്ള ഒരു തീമിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ OHF ഫ്ലീ മാർക്കറ്റിൻ്റെ അന്നാണ് നമ്മുടെ ഷോപ്പിന്റെ ഫസ്റ്റ് ആനിവേഴ്സറിയും ആൻഡ് വേദുവിന്റെ ബർത്ത്ഡേയും. സോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളും ഗിഫ്റ്റ്സും അതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് അപ്പോൾ ഇതിൽ ഇപ്പോൾ ജെഫ്രിൻ നമ്മുടെ ശരിക്കും നമ്മുടെ ഫ്ലീ മാർക്കറ്റിൽ സാന്റക്ലോസ് കാണും. അപ്പോൾ സാന്റക്ലോസ് ഫുൾ ടൈം ഗിഫ്റ്റ്സ് കൊടുക്കലും പിന്നെ ഒരു ബമ്പർ പ്രൈസ് പോലത്തെ ഒരു സംഭവങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇങ്ങോട്ട് സാന്റക്ലോസ് കയറി വരുമ്പോൾ ഞാൻ പറയും, എന്തിനാണ് സാന്റക്ലോസ് ഇപ്പോഴേ വന്നത്, ഇവിടെ അല്ലല്ലോ ഫംഗ്ഷൻ എന്ന്. അപ്പോൾ വിചാരിക്കും, ഓ സോറി എനിക്ക് ഡേറ്റ് മാറിപ്പോയത്, അപ്പോൾ 30-ാം തീയതി 1-ാം തീയതി അല്ലേന്ന് പറഞ്ഞിട്ട് ജെഫ്രിൻ പോവും. ഇതാണ് സെറ്റപ്പ്, ഇതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. ഞാൻ പറയുന്ന ഡയലോഗൊക്കെ അതുപോലെ പറയട്ടാ. പക്ഷെ മിക്കവാറും ഇത് കണ്ടു കഴിയുമ്പോ ഉണ്ടല്ലോ, ജെഫ്രിനെ മിക്കവാറും പ്രിയ പിടിച്ച് പപ്പാനി ആക്കും എക്സിബിഷന്റെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഇതുപോലത്തെ ഒരു പപ്പാനി കേരളത്തിൽ കാണില്ല. തുടങ്ങാല ഡയലോഗ്സ് ആണ്. ഡയലോഗ്സ് ഒരു കാര്യം ചെയ്യാം, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടത്. എന്റെ ഞാനിങ്ങനെ പറഞ്ഞ പോലെ കാണിക്കാം, എന്നിട്ട് ദിലോങ് പറഞ്ഞാൽ മതി. സൗണ്ട് ദിലു കൊടുത്താൽ മതി. അറിയില്ലല്ലോ ബാക്കിലുള്ളത്. റെഡി റെഡി. ഇതും പൊളിക്കും. എപ്പോഴും ഇത് അഭിനയിച്ച് തകർക്കും കേട്ടോ. അറിയോ, ഈ താടി സെലോ ടേപ്പ് വെച്ച് ഒറ്റിച്ചിരിക്കുന്നത്, വേറെ കമ്മൊന്നും. മീശ. അതെ, താടി മറ്റേ രോമം ഉള്ളിട്ട് കയറും. അതാണ് എനിക്ക് അധികം വർത്തമാനം പറയാൻ പറ്റില്ല. നമ്മുടെ എക്സിബിഷൻ വരുമ്പോ പ്രിയ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ക്ലീൻ ഷേവ് ആയിരിക്കണം. ക്ലീൻ ഷേവ് ആദ്യം താനൊന്ന് ക്ലീൻ ഷേവ് ചെയ്യാം. എനിക്കറിയാം, ഞാൻ ചെയ്യൂല. ഞാൻ വേണമെങ്കിൽ ഇതിട്ടുണ്ട്. എല്ലാരും ക്ലീൻ ഷേവ് ആയിരിക്കണം, അതാ തീം. അപ്പൊ ഞാൻ ഇതിട്ടോളാം. ഞാൻ ക്രിസ്മസ് അപ്പൂപ്പൻ. എന്തായാലും അപ്പൂപ്പന്റെ ഇതിന്റെ അകത്ത് ഞാൻ പറയാം കേട്ടോ. അതിന്റെ അകത്താണ് നമ്മുടെ ഗിഫ്റ്റ് സംഭവമൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ നമ്മള് പയ്യെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സാധനം വേണമെങ്കിൽ ജെഫ്രിന്റെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ തരാം. ജെഫ്രിന്റെ മെസ്സേജ് ചെയ്താൽ ജെഫ്രിൻ ചിലപ്പോൾ അത് അഡ്ജസ്റ്റ്മെന്റ് എടുത്ത് തരും. ഇവരിവിടെ ഒന്ന് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇവിടെ പുതിയ ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്, അതൊന്ന് കാണിക്കാം. 3-4 ബ്രാൻഡ്സ് വന്നിട്ടില്ലേ, കാണിക്കും. അപ്പൊ പുതിയ ബ്രാൻഡ്സ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്താണ് എടുക്കുന്നത്. സോ അമ്മാസ് പിക്കിൾ ഫുള്ളി എല്ലാവരും ഇപ്പോൾ ഓൾമോസ്റ്റ് സാധനങ്ങൾ ഫുള്ളി സ്റ്റോക്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ കോസ്മെറ്റിക്സ് ആണെങ്കിലും നമ്മുടെ അമ്മാസ് ഫുഡ് പ്രോഡക്ട്സ് ആണെങ്കിലും എല്ലാം ഇപ്പം അവരുടെ പിക്കിളാണെങ്കിലും ബനാന ചിപ്സ് ആണെങ്കിലും എല്ലാം സെറ്റപ്പാണ്. അമ്മ വീട്ടിലുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ്. റോസ് മിൽക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് വാങ്ങി കുടിച്ചു നോക്കുക. പ്രോപ്പർ റോസ് മിൽക്കിന്റെ നല്ല കിടിലം ഫ്ലേവർ ആണ്. പക്ഷെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ കൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇവർ നമ്മുടെ കാലിക്കറ്റിലുണ്ടായിരുന്നു. ഇവരുടെ പ്രൊഡക്ട്സിന് ഭയങ്കര റിവ്യൂസ് ആണ്. നമ്മുടെ മമ്മൂക്കയൊക്കെ ഉപയോഗിച്ച ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട് അവര്. അതല്ലാതെ യൂസഫ് അലി ആണോ ഇത്? യൂസഫ് അലി എല്ലാവരും എനിക്കൊന്ന് ഇത് റെക്കമെൻഡ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ്. സോ ഇവർക്ക് സിനമൺ പൗഡേഴ്സ് എല്ലാം അവർ തന്നെ സോഴ്സ് ചെയ്ത് പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ
കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് ആണ്. നമ്മൾ കുറേ കാലമായിട്ട് എനിക്ക് ഇർഷാദിക്കാൻ അറിയാം. സോ പ്രോഡക്ട്സിന് നമുക്ക് പേഴ്സണലി ഗ്യാരണ്ടി ചെയ്യാം. പുട്ടുപൊടി ഉണ്ട്, അതുപോലെ തന്നെ അതെ ഗോതമ്പ് പൊടി, പിന്നെ അവരുടെ കോക്കനട്ട് ഓയിൽ, ജിഞ്ചോലി ഓയിൽ, പിന്നെ സിനമൺ പൗഡർ, എല്ലാ സ്പൈസസ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വീട്ടിൽ ഉപയോഗിക്കുന്നതാണല്ലോ. ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. മസാലയൊക്കെ അടിപൊളിയാണ്, എസ്പെഷ്യലി ഇവരുടെ ചിക്കൻ മസാല. മീറ്റ് മസാല ഉണ്ടായിരുന്നു, അതിപ്പോൾ കഴിഞ്ഞെന്ന് തോന്നുന്നു. ബിരിയാണി മസാല ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ചിക്കൻ മസാലയൊക്കെ അടിപൊളിയാണ്. സോ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന സംഭവമല്ലേ. സോ ഡെഫിനറ്റ്ലി കം ആൻഡ് ട്രൈ ദിസ്. ഒരു തവണ ട്രൈ ചെയ്താൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ നമ്മുടെ കുട്ടികളുടെ ബ്രാൻഡ്സ് ഒക്കെ കുറേ വന്നിട്ടുണ്ട്, എസ്പെഷ്യലി ഫോർ ഗേൾസ്. ഇതിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന സിൻഡ്രല്ല ഡയറീസ്. ലിറ്ററലി യുവർ ഡോട്ടേഴ്സ് വിൽ ലുക്ക് ലൈക്ക് സിൻഡ്രല്ല. ഓൾറെഡി ഞാൻ സിൻഡ്രല്ല, പക്ഷെ ഡ്രസ്സും കൂടെ സിൻഡ്രല്ലിനെ പോലെ ആക്കാനുള്ള രീതിയിലുള്ള ഡ്രസ്സസ് ആണ്. ഇത്രയും അനോജയായിട്ടുള്ളൊരു ബ്രാൻഡ് നെയിം ഞാൻ ഈ അടുത്തൊന്നും കേട്ടിട്ടില്ല. സിൻഡ്രല്ല ഡയറീസ് പക്കയല്ല. ലുക്ക് അറ്റ് ദ ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ ക്ലോത്ത്സ് ആണ്, കംപ്ലീറ്റ് പാർട്ടി വെയർ കസ്റ്റം മെയ്ഡ് ക്ലോതിങ് ആണ്. സോ ദേ ഗോട്ട് പിങ്ക്, ദിസ് എല്ലാം മറ്റേ ഒരു ബേബി കളേഴ്സ് ആണ്, ബ്ലൂ, ഗ്രീൻ, മൂവ്. ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ കോസ്റ്റ്യൂംസ് ആണ്. അതല്ലാതെ അടുത്ത് വന്നിരിക്കുന്നത് ലേലിത്ത് എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു ഓണം കളക്ഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ കേരള സ്റ്റൈലിൽ ഇപ്പൊ കേരള പെർവിയൊക്കെ വരില്ലേ. സോ അങ്ങനത്തെ പട്ടുപാവാട ബ്ലൗസും അതുപോലത്തെ ടോപ്സും അങ്ങനത്തെ കുറെ ഡ്രസ്സസ് വരുന്നുണ്ട്. സോ യു ഗോട്ട് എവറിത്തിങ് കവേർഡ്. കാഷ്വൽ വെയർ ഉണ്ട്, ഇതുപോലത്തെ കേരള ട്രഡീഷണൽ വെയർ ഉണ്ട്, വെസ്റ്റേൺ പാർട്ടി വെയർസും അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഷോപ്പിൽ ഇപ്പോൾ വന്ന 2 പുതിയ ബ്രാൻഡ്സ് ആണ്, ദേ പീസസും ഫ്രിൽസ് ആൻഡ് ലേസസും. രണ്ടും അത്യാവശ്യമല്ല നല്ല ഡിമാൻഡുള്ള പ്രോഡക്ട്സ് ആണ്. ഇവരുടെ രണ്ടുപേരുടെയും പ്രോഡക്ട്സ് കൂടുതൽ ക്രേപ്പ് സിൽക്സിലാണ് വരുന്നത്. സോ ഇതിൽ കൂടുതൽ കഫ്താൻസ്, കോഡ് സെറ്റ്സ്, ഡിസൈനർ വെയർസ് ആണ് രണ്ടും. കഫ്താൻസ് എല്ലാം ലൂസ് ഫിറ്റ്സ് ആണ്. സോ കഫ്താൻസ്, കോഡ് സെറ്റ്സ്, അതുപോലെ തന്നെ കുർത്താസ് എല്ലാം വരുന്നുണ്ട്. ഇതിലും കണ്ട ഭയങ്കര നല്ല ക്രേപ്പ് സിൽക്ക് പോലത്തെ മെറ്റീരിയൽസ് ആണ്. ഇത് നമ്മുടെ അജ്രക് പാറ്റേൺസ് ഉള്ള രീതിയിലുള്ള കുർത്താസ്, അതിൻ്റെ കൂടെ ബോട്ടംസ് കാണും. സോ ഒരുവിധം കോഡ് സെറ്റ്സ് പോലെ തന്നെ ഇരിക്കും, പക്ഷെ കുർത്ത ടോപ്സ് പോലെ ഷേപ്പിലാണ് അത് വരുന്നത്. സോ ഇതും രണ്ടും പുതിയ ബ്രാൻഡ്സ് ആണ്. ഐ തിങ്ക് സോ നൗ യു ഹാവ് ഓൾ ഓപ്ഷൻസ്. ഇപ്പോൾ പുതിയൊരു സാരി ബ്രാൻഡും കൂടെ വേറെ വന്നിട്ടുണ്ട്. സോ അതും കൂടെ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഫ്രിൽസ് ആൻഡ് ലേസസും ദ പീസസും കൂടെ നമ്മുടെ പഴയ ബ്രാൻഡ്സിൻ്റെ കൂടെ ഇതും കൂടെ ചെക്ക് ചെയ്യുക. ഇവിടെ ഏരിയയിലൊക്കെ ഡിസൈനർ വെയർസ് ആണ്. അനം എന്ന് പറയുന്ന ഡിസൈനറാണ്. പിന്നെ നമ്മുടെ ബാങ്കോക്ക് എന്നുള്ള നൈറ്റ് വെയർ വന്നിട്ടുണ്ട്, നമ്മുടെ ഓൺ ബ്രാൻഡ് ആയിട്ടുള്ള കോസി. സോ ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വെസ്റ്റേൺ നൈറ്റ് വെയർ ആണ്. ഞങ്ങൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രിയ. സോ അതുകൊണ്ടാണ് നമുക്ക് ക്വാളിറ്റിയിൽ ഗ്യാരണ്ടി. ഇതിൽ ഷോർട്സ് ഉള്ളതുണ്ട്, പാൻസ് ഉള്ളതുണ്ട്, വെറുതെ ലോങ് ടോപ്പ് ഉള്ളതുണ്ട്, എല്ലാ രീതിയിലുള്ള പാറ്റേൺസ് ഉണ്ട് കോസിയിൽ. അതുപോലെ തന്നെ പുതിയൊരു ബ്രാൻഡാണ് റേച്ചൽസ് ആണ് ബ്രാൻഡ് പേര്. ഇവരുടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു കണ്ടംപററി രീതിയിലുള്ള ജ്വല്ലറീസ് ആണ്. സോ ദീസ് ആർ ഗോട്ട് ദി സ്റ്റൈലിഷ് ചെയിൻസ്, പിന്നെ കയ്യിലിടുന്ന മറ്റേ ബാംഗിൾസ്, അതുപോലെ തന്നെ കുറേ കൂൾ ടൈപ്സ് ആയിട്ടുള്ള കുറേ ട്രെൻഡി ടൈപ്സ് ഉള്ള ഇയറിങ്സ് ഉണ്ട്. അതിൽ ട്രഡീഷണൽ ജ്വല്ലറി ഓൾറെഡി ഇവിടെ ഇഷ്ടം മാതിരി ഉണ്ട്. അതിൻ്റെ കൂടെ മോഡേൺ ജ്വല്ലറീസും ഉണ്ട്. ഇപ്പം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹാൻഡ് ബാഗ്സും വന്നിട്ടുണ്ട് ജിപ്സിൻ്റെ വക. എല്ലാ വുമൺ ഓൺടർപ്രണേഴ്സും നല്ല എഫേർട്ട് എടുത്ത് കിട്ടിലും പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇതുപോലെ വിവിഡ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ സാരി ബ്രാൻഡാണ്. ഇവരുടെ കൂടുതൽ ലക്നൗ പ്രിൻസും കൊൽക്കത്ത പ്രിൻസും ആണെന്നാണ് പറഞ്ഞത്. തസർ മെറ്റീരിയലിലുള്ളൊക്കെ സാരീസ് അവൈലബിൾ ആണ്. സോ സാരീസിനും ഇപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവർക്കും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സാരീസാണ് ഇവർ വെക്കുന്നത്. ഇതൊക്കെ പ്രിയയ്ക്ക് പേഴ്സണലി അവർ ആദ്യമേ അയച്ചു കൊടുത്ത സാരിയാന്ന് തോന്നുന്നു ചെക്ക് ചെയ്യാനായിട്ട്. സോ സാരീസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സൽവാറും അതുപോലെ തന്നെ കഫ്താൻസും വെസ്റ്റേൺ വെസ്റ്റിനൊക്കെ കൂടെ നല്ല കിടിലൻ സാരീസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവരും ബാക്ക് ചെയ്ത് നോക്കുക ഇതെന്താ സംഭവം എന്ന്. പപ്പാജി ക്രിസ്മസ് ആയ ഓൾറെഡി. ഇത്രയും സെറ്റ് ബോഡിയുള്ള പപ്പാജിനെ ആദ്യമായിട്ട് കാണാം. തന്നെ ഇത്രയും മറിഞ്ഞ് പുകത്തിയത് മതി കേട്ടല്ല. ഞാൻ എന്നെ മാത്രം ഞാൻ പകർത്തില്ലല്ലോ എന്നെ. ഫസ്റ്റ് ഷോട്ടാണ്. ഹോപ്പ്ഫുള്ളി ഈ റീല് അടിപൊളിയായി വരും. മൊത്തം ഞങ്ങളുടെ ഐഡിയ ആണ്. ഇതിൽ ജസ്റ്റ് ജെഫ്രിൻ എൻ്റെ അകത്തേക്ക് കയറി പോന്നു കുറച്ച് സ്റ്റൈലില്. ഇത് സ്റ്റൈലുള്ള പപ്പാനിയാണ്. അതെ, ഇതിലാണ് ജെഫ്രിന്റെ ഇൻട്രൊഡക്ഷൻ ഷോട്ട്, ഫസ്റ്റ് ഡയലോഗ്. അപ്പൊ നല്ല ആർമാദിച്ച് ചിരിക്കണം. എന്നിട്ട് മീശൊക്കെ വെക്കുക. എന്നിട്ട് മെറി ക്രിസ്മസ്, അതാണ് ഈ ഷോട്ട്. ഇത് വേർത്ത് കുടിച്ച് ഇരിക്കുക. ഡ്രസ് ഡ്രൈ ക്ലീൻ ചെയ്താൽ എനിക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പൊ വെളിന്ന് വാ. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഭയങ്കര അവനെയാണല്ലേ ഫ്രീ.
എന്ത് ചെയ്യാൻ? ഉറപ്പാക്കിക്കോ കേട്ടാ. എക്സിബിഷന് പപ്പാനി ജെഫ്രിനെ ആയിരിക്കും, ഉറപ്പാണ്. അതൊക്കെ മുതലാളി തന്നോളും, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന്റെ പ്രശ്നം എന്നറിയോ, ഇന്നത്തെ ഫുൾ വരുന്ന കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് ആയിരിക്കും, വലിച്ചു വാരി തിന്നരുത്. അത് പിള്ളേർക്ക് കൊടുക്കാൻ വേറെ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ആണ് ജെഫ്രി ആ ഡയലോഗ് വരാൻ പോകുന്നത്. എന്റെ പൊന്ന് ദിലു, തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണം. ഞാൻ ഗൈസ്, അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിബിഷന്റെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഗിഫ്റ്റ്സ് കൊടുക്കുന്നുണ്ട്. അതിലൊരു പപ്പാനിയാണ്. അപ്പൊ വരുന്ന കുട്ടികൾക്ക് ഗിഫ്റ്റ്സ് ഉണ്ട്. നമ്മൾ ചെറിയ ചെറിയ റാൻഡം ആയിട്ടുള്ള ഗെയിംസ് വെക്കും. ഇറ്റ് ഗോയിങ് ടു ബി വെരി ഫെസ്റ്റീവ്. സോ എല്ലാവരും വരണേ. റാഡിസൺ ബ്ലൂ കൊച്ചി November 30 and December 1st വേദിന്റെ കേക്ക് കട്ടിംഗ് ഒക്കെ കാണും. അപ്പൊ അതല്ലാതെ ഗിഫ്റ്റ്സ് റാൻഡമായി കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ എക്സിബിഷന് വന്ന് ഏത് സ്റ്റോളിൽ നിന്നും, നമ്മുടെ സ്റ്റോളിൽ തന്നെ ഒന്നുമില്ല, ഞങ്ങളുടെ ബാങ്കോക്ക് ഫാഷൻ കാണും, ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ജ്വല്ലറി കാണും, പ്രാണയുണ്ട്. പ്രാണ വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം ദേ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എൻ എക്സിബിഷൻ. സോ പ്രാണ കാണും. അതല്ലാതെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്, ഫ്രം കാലിക്കറ്റ്, ബാംഗ്ലൂർ, ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. സോ ആ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ എക്സിബിഷൻ മുമ്പേ കാണിക്കാം. സോ നിങ്ങൾ എല്ലായിടത്തുനിന്നും കൂടെ, ഇൻക്ലൂഡിങ് ഫുഡ്, എല്ലായിടത്തുനിന്നും കൂടെ നിങ്ങൾ 7,000 രൂപയ്ക്ക് വെറും വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലക്കി ഡ്രോയുടെ കൂപ്പൺ കിട്ടും. അതുപോലെ തന്നെ January 1 December 1 തൊട്ട് January 1 വരെ നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾ 7,000 രൂപയ്ക്ക് പെർച്ചേസ് ചെയ്താൽ അവിടെ ഒരു ലക്കി ഡ്രോ കിട്ടും. അങ്ങനെ നമ്മുടെ എക്സിബിഷന് തുടങ്ങി January 1 വരെ ഈ ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ നറുക്കെടുത്തിട്ട് January 5 എന്ന് പറയുമ്പോൾ ഞങ്ങൾ January 5 ഇവിടെ വരുള്ളൂ. അതുകൊണ്ടാണ് January 5 നമ്മൾ ലക്കി ഡ്രോ എടുത്തിട്ട് അവർക്ക് 1 പവൻ ഗോൾഡ് കൊടുക്കുന്നതായിരിക്കും. അടിപൊളിയല്ലേ? ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗിവ് നടക്കുന്നത്. 1 പവൻ ഗോൾഡാണ്. ഇന്നത്തെ ഗോൾഡിന്റെ വാല്യൂ വെച്ചൊക്കെ നോക്കുമ്പോൾ എല്ലാ ഒരു എമൗണ്ടിന് നമ്മുടെ കസ്റ്റമേഴ്സിന് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള, ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും, നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിന്റെ കൺസ്യൂമേഴ്സും, നമ്മുടെ ബാങ്കോക്ക് ഫാഷനും ഒക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റാണ്. ഡയലോഗാണ്. ഓക്കെ, ആക്ഷൻ. ഇത് നമ്മുടെ എക്സിബിഷന് വന്ന് 7,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കും, നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിൽ December 1 തൊട്ട് January 1 വരെ വന്ന് 7,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കും ഒരു ലക്കി ഡ്രോ ഉണ്ടാവും. അത് January 5 ആയിരിക്കും എന്റെ നറുക്കെടുപ്പ്. അന്ന് ഞാൻ ഈ ഭാഗ്യശാലിക്ക് എന്റെ 1 പവൻ സ്വർണം ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഓ, കറക്റ്റ് ആണ്. കുറച്ച് തപ്പി, ബാക്കിയൊക്കെ കറക്റ്റാ. ഒമ്പോ സിനിമയിൽ എടുക്കും കേട്ടോ, ജെഫ്രിന്റെ സിനിമയിൽ എടുക്കും. ഇത് ഓഡീഷൻ ടൈപ്പായിട്ട് അയച്ചു കൊടുത്താൽ മതി. കറക്റ്റ് ടൈമിനെ ബൈക്കും വാങ്ങിയത്, സ്റ്റൈല് ബൈക്കും, അതുപോലെ തന്നെ പപ്പാനിയുടെ കളറും ഉണ്ട്. കുറച്ച് റെഡും ഉണ്ട് ആ ബൈക്കില്. ജെഫ്രിൻ പപ്പാനിയായിട്ട് ഉറപ്പിച്ചു കേട്ടാ. ചൂടെടുക്കുന്നില്ലല്ലോ അല്ലേ ജെഫ്രിന്? കംഫർട്ടബിൾ അല്ലേ? ഇനിയാണ് മറ്റേ ആക്ഷൻ മോഡുള്ള ഷൂട്ടാ. ഞാൻ എന്തൊക്കെ ചേട്ടാ, ജോജു ജോർജ് ആയ സ്ക്രിപ്റ്റ് എഴുതണം, അഭിനയിക്കണം, ഡയറക്ട് ചെയ്യണം, വണ്ടി ഓടിക്കണം. താഴെ പോണേക്കുമ്പോ എടുത്തോണ്ട് പാവം ജെഫ്രി ഇത് കഴിഞ്ഞ് നന്നായി വല്ല വിശന്നിരിക്കുമായിരിക്കും. നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കണേ. നല്ല ചൂടുണ്ട്. നട്ടുച്ചയ്ക്ക് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സമയം 1:30 വെയിലത്ത് തിക്ക് പപ്പാനി ഡ്രസ് ഇട്ടുകൊണ്ടാണ് കുറേ നേരം ഈ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഞാൻ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. നന്നായിട്ടില്ലേ? ആ കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് ഭക്ഷണം ഊരിക്കോളൂ. ഇനി 30-ാം തീയതി വീണ്ടും ഇതിന്റെ അകത്തേക്ക് കയറാം. ഇനി അങ്ങോട്ട് ഒരു വിശപ്പുണ്ട് കേട്ടോ സാറിന്. ആ ഗൈസ്, അപ്പൊ ദേ തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തി. എല്ലാവരും നമുക്ക് എക്സിബിഷനിൽ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കിഡ്ലിംഗ് ഗിവ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഐഫോണും അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഞങ്ങൾക്ക് ഇതുവരെ സ്പോൺസേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. സോ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. സോ നമ്മളിപ്പം പ്ലാൻ ചെയ്ത് 1 പവന്റെ ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞാൽ അരപ്പവനായിട്ട് 2 കസ്റ്റമേഴ്സിന് ലക്കി ഡ്രോയിൽ കൊടുക്കാം. സോ അതിൽ നിങ്ങൾ ആ കൂടെ ചെയ്യേണ്ട നമ്മുടെ എക്സിബിഷൻ്റെ ലൈക്ക് November 30 and December 1 റാഡിസൺ ബ്ലൂവിൽ നടക്കുന്ന OHF ഫ്ലീ മാർക്കറ്റിന് ഏതെങ്കിലും സ്റ്റോറിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ടോട്ടൽ നിങ്ങളുടെ പർച്ചേസ് ഇൻക്ലൂഡിങ് ഫുഡ് എല്ലാം കൂടെ 7,000 ആണെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരിക. എന്ന് പറഞ്ഞാൽ ബാങ്കോക്ക് ഫാഷൻ കൗണ്ടറിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് ലക്കി ഡ്രോയുടെ കൂപ്പൺ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ ഒരു ഹാപ്പി സ്റ്റോറിൽ December 1 തൊട്ട് January 1 വരെ 7,000 രൂപയ്ക്ക് ഏതെങ്കിലും ടോട്ടലായിട്ടൊരു പർച്ചേസ് 7,000 റുപ്പീസ് പർച്ചേസ് ചെയ്താൽ അവിടെ നിന്നും ലക്കി ഡ്രോ തരുന്നതായിരിക്കും. നമ്മൾ എന്നിട്ട് അവർക്ക് 5-ാം
5-ാം തീയതി ലക്കി ഡ്രോ ആയിട്ട് 2 പേർക്ക് അരപ്പവൻ്റെ ഗോൾഡ് കോയിൻ തുടങ്ങുന്നതായിരിക്കും. സോ പുതുവർഷം തന്നെ ആ ഭാഗ്യശാലികൾക്ക് 2 ഗോൾഡ് കോയിൻ, ഐ മീൻ 2 പേർക്ക് ഗോൾഡ് കോയിൻ കിട്ടിയായിരിക്കും ആ ഇയർ തന്നെ തുടങ്ങുന്നത്. എന്തായാലും വെരി എക്സൈറ്റഡ്. എന്താ എക്സിബിഷന് വരണം, നമ്മുടെ പപ്പാനിയെ കാണും അവിടെ. ജെഫ്രിനൊക്കെ ആയിരിക്കും പപ്പാനി. ജെഫ്രിൻ സമ്മതിച്ചാട്ടാ. സോ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.